നമ്മുടെ സമുദായത്തിന്റെ സ്ഥിതിയെ പറ്റി ചിന്തിക്കുക, നമ്മുടെ മക്കളുടെ സ്ഥിതിയെ പറ്റി ഒന്ന് ചിന്തിക്കും. നമ്മുടെ കുടുംബം സംഗതി ചിരിക്കുന്നുണ്ട്, ഹായ് പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ കുടുംബങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താ മക്കളെ? നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ എന്താ? വലിയ പ്രതിസന്ധിയിലാണ് നമ്മുടെ കുടുംബങ്ങൾ. അനേകം കുടുംബങ്ങള് പുറത്ത് ആരും അറിയുന്നില്ല എന്ന് മാത്രം, ഉള്ളിലോട്ട് കയറി വന്നാൽ വളരെ 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 പ്രയാസകരമാണ്. ഒരുപാട് നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് തകർച്ചയിലും കണ്ണുനീരിലുമാണ്. സഹോദരൻ, നിങ്ങൾ സ്ഥിതിയെ പറ്റി ചിന്തിക്കുക. നമ്മുടെ ചില സ്ഥിതികൾക്ക്, സാഹചര്യങ്ങൾക്ക് കർത്താവ് മാറ്റം വരുത്തുന്ന ദിവസങ്ങളാണ് ഈ ദിനങ്ങൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ഭൗതികമായ തകർച്ചകളുടെ ചില അടിസ്ഥാന കാരണങ്ങൾ കർത്താവ് പറയാ. അതിലൊരു പ്രധാനപ്പെട്ട വചനത്തിൽ നമുക്ക് ആരംഭിക്കാം. ജെറമിയ പ്രവചനം 2-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്ക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തിവെച്ചതല്ലേ. നമ്മൾ കർത്താവിനെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിർത്തണം. കർത്താവിനെ കൂടെ നിർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടതാണ് നമ്മുടെ തകർച്ചകളുടെ കാരണം, നമ്മുടെ പരാജയങ്ങളുടെ കാരണം, നമ്മളുടെ ദുരിതങ്ങളുടെ കാരണം, നമ്മുടെ നാശത്തിന്റെ ഒരു പ്രധാന കാരണം നമ്മൾ കർത്താവിനെ കൂടെ നിർത്തുന്നതിൽ പരാജയപ്പെട്ടു. വേദനയോടെ കർത്താവ് തന്റെ ജനത്തോട് പറയാ, ഈ വിശ്വാസയാത്രയിൽ പ്രിയ ദൈവത്തിന്റെ പൈതലേ, എന്റെ മകനെ, മകളെ, നീ എന്നെ എവിടെയോ വെച്ച് ഉപേക്ഷിച്ചു. നീ എന്റെ വചനത്തെ തിരസ്കരിച്ചു. തന്മൂലം സംഭവിച്ച തകർച്ചകളാണ്, പരാജയങ്ങളാണ്, പ്രതിസന്ധികളാണ് നമ്മൾ പലതും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ അനുസരണക്കേടുകള്, നമ്മുടെ അവിശ്വസ്തതകള്, നമ്മളിൽ വന്നുപോയ ചില ആത്മീയ അപചയങ്ങള്, ഇതൊക്കെ നമ്മുടെ ആത്മീയം ഭൗതികമായ തകർച്ചകൾക്ക് കാരണമായി. നമ്മുടെ ശക്തി ചോർന്നു പോകുവാൻ, കൃപ നഷ്ടപ്പെടുവാൻ, നമ്മുടെ വിളവുകൾ നശിച്ചു പോകാൻ ഇതെല്ലാം ഇടയായി എന്ന് അനുതാപ ഹൃദയത്തോടെ ഈ രാത്രിയിൽ ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കർത്താവ് പറയാ, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 5-ാം വചനത്തിൽ എന്താണ് കർത്താവ് പറയുന്നത്? ലൂക്കായുടെ സുവിശേഷം 13:5 പറയാണ്, അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. കർത്താവ് റിപ്പന്റ്. ഇതിനുള്ള പരിഹാരം എന്താണ്? നഷ്ടപ്പെട്ടു പോയി വിളവുകൾ തിരിച്ചു പിടിക്കുക, വീണ്ടെടുക്കുവാനുള്ള വഴി എന്താണ്? അനുതപിക്കുക. നമ്മുടെ കുടുംബങ്ങൾ കൃപയിൽ, നമ്മുടെ തലമുറകൾ ദൈവിക സൗഖ്യത്തിൽ, നമ്മുടെ ദേശം ദൈവാനുഗ്രഹത്തിൽ നിറയപ്പെടുവാനുള്ള വഴി എന്താ? കർത്താവ് പറയാ, നിങ്ങൾ അനുതപിക്കുക, നിങ്ങൾ പശ്ചാത്തപിക്കുക. ഇന്ന് കർത്താവ് ഒരുപാട് വേദനിക്കുന്നുണ്ട് സഹോദരങ്ങളെ. കർത്താവ് ഒരുപാട് ഇന്ന് സങ്കടപ്പെടുന്നുണ്ട്. കർത്താവ് ആരെ നോക്കിയ സങ്കടപ്പെടുന്നത്? IS-കാരെ കുറിച്ചാണോ? ബൊക്കോ ഹറോമിനെ കുറിച്ചാണോ? RSS-നെ നോക്കിയിട്ടാണോ? ഫുലാനികളെ നോക്കിയിട്ടാണോ? മത തീവ്രവാദ ശക്തികളെ, നിരീശ്വര ശക്തികളെ നോക്കിയിട്ടാണ് കർത്താവ് ഇന്ന് കരയുന്നത്. കർത്താവിന് വേദനയുണ്ട്. പക്ഷേ ഇന്ന് കർത്താവ് ഏറ്റവും അധികം വേദനിക്കുന്നത് തന്റെ ജനത്തെ നോക്കിക്കൊണ്ട, തന്റെ കുടുംബങ്ങളെ നോക്കി, തന്റെ സമൂഹങ്ങളെ നോക്കി, താൻ വിളിച്ചവരെ നോക്കി, തന്റെ യുവജനങ്ങളെ നോക്കി ഇന്ന് ഒരുപാട് കർത്താവ് വേദനിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 37-ാമത്തെ തിരുവചനം. മത്തായി 26:37 പെട്ടെന്ന് നമുക്ക് വായിക്കാൻ എന്താ വചനം പറയുന്നത്? അവൻ പത്രോസിനെയും സെബെദിയുടെ ഇരുപുത്രന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. ആര്? കർത്താവായ യേശു, സാക്ഷാൽ ദൈവപുത്രനായ ഈശോ. അവൻ ദുഃഖിക്കാൻ തുടങ്ങി. അവൻ ദുഃഖിക്കാനും കരയാനും അസ്വസ്ഥനാകാനും തുടങ്ങി. ഇന്ന് കർത്താവ് നമ്മെ നോക്കിക്കൊണ്ട് പറയാം, മക്കളെ, നിങ്ങൾ അനുതപിക്കുക. നിങ്ങൾ അനുസരണക്കേടുകളെ ഓർത്ത്, അവിശ്വസ്തതകളെ ഓർത്ത്,
നമുക്ക് വന്നുപോയ ആത്മീയ അപക്ഷയങ്ങളെ ഓർത്ത് പലപ്പോഴും കർത്താവിനെയും കർത്താവിന്റെ വചനത്തെയും നമ്മൾ അറിഞ്ഞറിയാതെയൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞു, നിരാകരിച്ചു, നമ്മൾ ഡിസൊബീഡിയന്റ് ആയി. കർത്താവ് പറയും, നിങ്ങൾ അനുതപിക്കുക. റിപ്പന്റ്, നിങ്ങൾ അനുതപിക്കുക.